ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ക്യാമ്പിൻ്റെ രണ്ടാമത്തെ ദിവസമായിരുന്നു. അപ്പോൾ കുട്ടികൾ തന്നെയാണ് ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത് കേട്ടോ. നമ്മളെ എല്ലാ ആക്ടിവിറ്റീസുകളും അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റികളും അവർ തന്നെ ഏൽപ്പിക്കുകയാണ്. കാരണം അവർ സ്വയം പര്യാപ്തരാവണമല്ലോ. അവർ മാത്രമല്ല, അവരുടെ കൂടെ ആൻറ്റീസും അതുപോലെ ഞങ്ങളുടെ ടീച്ചേഴ്സും എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ടീമിനാണെങ്കിൽ ലഞ്ച് ഡ്യൂട്ടി ഒരു ടീമിനായിരിക്കും. അങ്ങനെ ടീമുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ അവർക്കൊരു അടിപൊളിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പ്രവീൺ സാറിൻ്റെ ഒരു തിയേറ്റർ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഒരു നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും നന്നായിട്ട് എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മക്കൾ തന്നെ അതിനൊരു ഇൻട്രോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ രീതിയിൽ ഒരു വെൽക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരെന്നെ തയ്യാറാക്കിയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻട്രോ കാണാം. നല്ല രസമല്ലേ ഈ ഒരു ആക്ട്. അപ്പൊ അതിനുശേഷം സാറ് വന്നു. ഇതാണ് പ്രവീൺ സാറ്. അപ്പൊ സാറ് അടിപൊളിയാണ്. അപ്പോൾ അതേ ഓരോ ആക്ടിവിറ്റീസായിട്ട് അവർക്ക് ഇങ്ങനെ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. നല്ല രസമായിരുന്നു ഇത് കണ്ടിരിക്കാനും. ഞങ്ങൾ ടീച്ചേഴ്സും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സാറ് ഒരുപാട് ആക്ടിവിറ്റികളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ എല്ലാ പിള്ളേരെയും മാക്സിമം അതിൽ ഉൾക്കൊള്ളിക്കാൻ സാറ് ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അതിൽ ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട്. മാറി നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് അവർക്കിഷ്ടമുള്ള വേഷങ്ങൾ ചൂസ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല കോമഡി ആയിരുന്നു കേട്ടോ. കണ്ടോ, പിള്ളേർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരുങ്ങി വന്നിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് അറിയില്ല, പക്ഷേ അടിപൊളിയായിരുന്നു അന്നത്തെ ഒരു ആക്ട്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല പല വേഷങ്ങളിലാണ് അവർ വന്നത്. ഇപ്പോൾ ഇതേ കണ്ടോളൂ. അപ്പോൾ ഇതൊക്കെ